بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമുക്കിനി നോക്കാനുള്ളത് 23-ാമത്തെ ആയത്താണ്. സൂറത്തു ഖാഫിൽ നിന്നുള്ള 23-ാമത്തെ ആയത്ത്. وقال قرينه هذا ما لدي عتيد القيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. هذا وقال قرينه هذا ما لدي عتيد. ഇതിൽ നമുക്ക് പുതിയ വാക്കുകളൊന്നും പരിചയപ്പെടാനില്ല, പക്ഷെ ഒരു വാക്ക് തന്നെ വ്യത്യസ്തമായ ഉദ്ദേശത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കാനുണ്ട്. ഖരീൻ എന്നുള്ള വാക്ക്. പിന്നെ അതിലുള്ളത് അതീദ് എന്നുള്ളതാണ്. അതീദ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റഖീബ്, അതീദ് എന്ന വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതീദ് അവിടെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവിടെ അതീദ് എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നമ്മൾ തെറ്റിദ്ധരിച്ചതുപോലെ രണ്ട് മലക്കുകളുടെ പേരല്ല, അങ്ങനെയാണ് നാട്ടിൽ പറഞ്ഞു വരിക. അതല്ല, അവിടെ അതീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും സജ്ജമായി നിൽക്കുന്നവൻ, ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫഈൽ എന്ന് പറയുന്ന വസന് അത് ചിലപ്പോ ഫാഇൽ എന്ന അർത്ഥത്തിലും ചിലപ്പോൾ മഫ്ഊൽ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. ഫഈൽ എന്നുള്ള വസന് ഫാഇൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ മഫ്ഊൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഹാദാ മാ ലദയ്യ അതീദ് എന്ന് ഇവിടെ പറയുമ്പോൾ അത് മഫ്ഊൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരുക്കി തയ്യാറാക്കപ്പെട്ടവൻ. മുഅദ്, അഅദ്ദ യുഇദ്ദു മുഅദ്ദുൻ, മുഹ്ളറുൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തിയെ ഞാനിവിടെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇത് മഫ്ഊലിന്റെ മാനയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവിടെ അതീദ് എന്ന് പറഞ്ഞാൽ ഫാഇൽ എന്നുള്ള മാനക്കാണ്. ഒരു മനുഷ്യനും ഒരു വാക്ക് പോലും ഉച്ചരിക്കൂല ഇല്ലാ ലദൈഹി റഖീബുൻ, ഐ ഫഈൽ എന്ന് പറഞ്ഞാൽ റാഖിബുൻ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്കുണ്ടായിട്ടല്ലാതെ. അതീദ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നവനായിട്ടല്ലാതെ. അപ്പൊ ഒരുങ്ങി നിൽക്കുന്നവൻ എന്നർത്ഥത്തിലും അതീദ് പ്രയോഗിക്കും, ഒരുക്കി കൊണ്ടുവന്നവൻ എന്നർത്ഥത്തിലും, ബിമഅനൽ ഫാഇൽ വബിമഅനൽ മഫ്ഊൽ. ഈ സൂറത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവിടെ അതീദിന്റെ മഅന ബിമഅനൽ ഫാഇൽ. ഇവിടെ വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിമഅനൽ മഫ്ഊൽ, മഫ്ഊലിന്റെ മഅനയിലായിരിക്കും.
പിന്നെ രണ്ടാമത് നമുക്കിതിൽ പരിചയപ്പെടാനുള്ള വാക്ക് കരീനാണ്. കരീൻ നമുക്കറിയും. കരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടാളിയാണ്. അവിടെ കരീൻ എന്ന് പറയുമ്പോൾ ഖുർആനിലും ഹദീസിലും കരീൻ എന്നുള്ള വാക്ക് ഒന്ന്, ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരീനിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നിൽ നിന്ന്, പിശാച്ചിൽ നിന്ന് ഒരു കരീനിനെ അള്ളാഹു എല്ലാ ഓരോ വ്യക്തിക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹദീസിൽ വ്യക്തമാണ്. അത് സദാസമയവും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഇബ്ലീസിന്റെ സന്തതികളിൽപ്പെട്ടിട്ടുള്ള ആ കരീൻ മനുഷ്യനെ തിന്മക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ഒരു കാര്യവും ആ പിശാച്ചിന്റെ ദിനത്തിൽപ്പെട്ട അവൻ അറിയാതെ പോകുന്നില്ല. അവനിങ്ങനെ നോക്കി നടക്കുകയാണ്, എവിടെ ഇവനെ വഴിപഴപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കരീനിന് കരീൻ എന്നാണ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും ഒരു കരീനിനെ അള്ളാഹു നിശ്ചയിക്കാതിരുന്നിട്ടില്ല. എന്നാൽ എനിക്ക് അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള കാര്യം, ആ കരീൻ ഫഖദ് അആനനി അലൈഹി, ആ പിശാച് ആയ കൂട്ടാളിയുടെ വിഷയത്തിൽ അള്ളാഹു അവനുമേൽ എനിക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഇല്ല അന്നഹു ഖദ് അസ്ലം ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമായിട്ടുണ്ട്. അവൻ എന്നോട് നല്ലതല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യൂല? കൽപ്പിക്കൂല. അതാണ് മുഹമ്മദ് നബിക്കുള്ള പ്രത്യേകത. എനിക്ക് കരീനുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരീനുണ്ട്. അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കരീനാണ്. ആ കരീന്മാരെ കൂട്ടത്തിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കരീനിനെ അള്ളാഹ് മുസ്ലിമായി. അതുകൊണ്ട് തന്നെ നബിയെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രേരിപ്പിക്കൂല. അപ്പൊ ഈ കരീനിന്, ജിന്നിൽപ്പെട്ട പിശാചുക്കളിൽപ്പെട്ട ഈ കരീനിന് കരീൻ എന്നാണ് പറയാ. പിന്നെ ഇവിടെ തന്നെ ഈ സൂറത്തിൽ ഇതിന്റെ തൊട്ടുമുമ്പത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു, കരീൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. ആ മുതലഖിയാനി എന്ന് പറഞ്ഞിട്ടുള്ളത് മലക്കുകളാണ്. ആ മലക്കുകൾക്ക് ഖുർആനിൽ ചില സന്ദർഭങ്ങളിൽ കരീൻ എന്ന് പറയും. അപ്പൊ മലക്കിനും എന്ത് പറയാറുണ്ട്? കരീൻ. കൂട്ടാളി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മലക്കുകളിൽ നിന്ന് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക്, ആ കൂട്ടാളിക്കാണ് കരീൻ എന്ന് പറയുന്നത്. അപ്പൊ കരീൻ എന്നുള്ളത് ചിലപ്പോ മലക്കനെ ഉദ്ദേശിക്കും, ചിലപ്പോ ജിന്നിനെ ഉദ്ദേശിക്കും. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മലക്കാണ്. വഖാല കരീനുഹു. ഈ വാചകം ബേസിക്കലി ജുംലത്തുൻ ഫിഅലിയ്യ. അതുണ്ടായിട്ടുള്ളത് മീൻ ഫിഅലിൻ വ ഫാഇൽ. ഏതാണ്? വാവ് അത് അത്ഫിന് വേണ്ടിയിട്ടാണ്. ഖാല എന്ന് പറയുന്നത് ഫിഅൽ മാദി. അതിന്റെ ഫാഇലുഹു, ഒരു ഫിഅൽ വന്നാൽ പിന്നെ വാചകം പൂർണ്ണമാകണമെങ്കിൽ നിർബന്ധമായും വേണ്ടത് ഫാഇലാണ്. ഇവിടുത്തെ ഫാഇൽ കരീൻ. ഖാല കരീനു, അത് മുദാഫാണ്. ഹു, അവന്റെ. അപ്പൊ ആ മനുഷ്യനെ അള്ളാഹു വിചാരണ നടത്തുന്ന ആ മനുഷ്യൻ, വിചാരണക്ക് വേണ്ടിയിട്ട് ഹാജരാക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്മാരിൽപ്പെട്ട ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നുള്ള ഒരു കരീനെ നിശ്ചയിച്ചിട്ടുണ്ട്, ജിന്നുകളിൽ നിന്നുള്ള ഒരു കരീനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മലക്കുകളിൽ നിന്ന് അവനെ ഏൽപ്പിച്ചിട്ടുള്ള ആ കരീന് പറയാണ് ഹാദാ മാ ലദയ്യ അതീദ്. ഹാദാ മാ ലദയ്യ അതീദ് എന്ന് പറയുന്നത് ഖാലന്റെ മഫ്ഊൽ ബിഹിയാണ്, അഥവാ കരീന് പറയുന്ന കാര്യമാണ്. അതൊരു ജുംലയാണ്. ഹാദാ മുബ്തദ, മാ ലദയ്യ അതീദ്. മാ എന്ന് പറയുന്ന ആ ഇസ്മുൽ മൗസൂൽ ഇവിടെ ഖബറായിട്ട് വന്നു. ഇത് മാ, ഇതാകുന്നു യാതൊന്ന്. നീ മനുഷ്യനെ അങ്ങോട്ട് മുന്നിലേക്ക് വെച്ചിട്ട് പറയുന്നു ഇത് ഒരുവനാണ്. മാ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ആവില്ല. മാ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അത് യഉമ്മുൽ ആഖില വ ഗൈറൽ ആഖിൽ. ആഖിലിന് ഉപയോഗിക്കും, ഗൈറു ആഖിലിന് ഉപയോഗിക്കും. അവൻ എന്നതിന് ഉപയോഗിക്കും, അത് എന്നതിന് ഉപയോഗിക്കും. മൻ എന്ന മാനക്കും പ്രയോഗിക്കും, അവൻ എന്ന അർത്ഥത്തിൽ, അത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മാക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ അത് നമ്മൾ പ്രാഥമികമായി പഠിക്കണ നഹ്വില് അങ്ങനെ പറയില്ല. മൻ എന്നുള്ളത് ബുദ്ധിയുള്ളവന്, ആഖിലിന് എന്ന് പറഞ്ഞു വെക്കും. ശരിയാണ്. എന്നുള്ളത് അധികം ഗാലിബായിട്ട് പ്രയോഗിക്കുന്നത് ഗൈറാഖിലാണ്.
അപ്പൊ അത് മാത്രം പറഞ്ഞു തരും. പക്ഷെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഖുർആന്റെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് മാ എന്നുള്ളത് ആമുൻ യഉമ്മുൽ ആഖില വഗൈറൽ ആഖിൽ, അത് മാ എന്നുള്ളത് ആമാണ്, ആർക്കൊക്കെ ബാധകമാണ്? ആഖിലായ ആളുകൾ പറയാനും മാ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഗൈറു ആഖിലായിട്ടുള്ള അത് എന്നർത്ഥത്തിലുള്ളതിനും മാ തന്നെ ഉപയോഗിക്കും. ഇവിടെ മാ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ബിമഅന മൻ, മൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഹാദ ഇത് മാ ഒരുവനാണ്, ലദയ്യ എന്റെ അടുക്കലുള്ള ഒരുവനാണ്, എന്നെ റബ്ബെ നീ നോക്കാൻ ഏൽപ്പിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എന്റെ കസ്റ്റഡിയിലുള്ളവനാകുന്നു ഇവൻ. അവന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാദാ മാ ലദയ്യ അതീദ്, അവൻ അതീദായി അവനെ ഒരുക്കപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഹാദാ മാ ലദയ്യ അതീദ്, അവിടെ അതീദ് എന്ന് പറയുന്നത് ഖബറാണ്. വ്യക്തിയാണ്. അല്ല, ഇവിടെ അതാണ് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭാഷാപരമായി കുറെ സാധ്യതകളൊക്കെ പറയാം. പക്ഷെ ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ള തഫ്സീർ ഈ മാ എന്ന് പറയുന്നത് എന്താണ്? ഇത് മൻ എന്നുള്ളതാണ്. പിന്നെ വ്യാഖ്യാനം നമുക്ക് ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പല രൂപത്തിൽ പറയാം. പക്ഷെ ഇവിടെ ഉള്ളത് മാ ലദയ്യ അതീദ്, എന്റെ ഇത് മൻ ഒരുവനാണ്. ബാ എന്ന് പറഞ്ഞത് ബിമാന മൻ, ലദയ്യ എന്റെ അടുത്തുള്ള ഒരുവൻ, അവനാണ് അതീദ്, അവനെ ഞാൻ മുഅദ്ദൻ വ മുഹ്ളറൻ, അവൻ എല്ലാ കാര്യത്തിനും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ കടലാസുകൾ, റെക്കോർഡുകൾ, ദീവാനുകൾ, ഇതാ അവന്റെ അമലുകൾ. അവന്റെ അമലുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, സാക്ഷികളെല്ലാം റെഡിയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിൽ തീരുമാനം എടുത്താൽ ഹിസാബ് പെട്ടെന്ന് നടത്തിയാൽ കഴിഞ്ഞു, ബാക്കി എന്താ വിചാരിച്ചാൽ തീർന്നു. ഇതാണ് അതിന്റെ കാര്യം. യഖൂലു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യഖൂലു അല്ലാഹു തആല എന്നാണ്. പിന്നെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് എന്നുള്ളത് മഫ്ഹൂമായതുകൊണ്ട് ഒഴിവാക്കി. തആല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഉലുവിനെ സൂചിപ്പിക്കാനാണ്. ഐ ഉലുവുഹു അദ്ദാതി വൽ മഅനവി. വഖാല ഖരീനുഹു, എന്താണ് അള്ളാഹ് പറയുന്നത്? വഖാല ഖരീനുഹു, അവന്റെ ഖരീന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ, ഏതൊരു മനുഷ്യന്റെയും അവനെ ഏൽപ്പിച്ചിട്ടുള്ള കൂട്ടാളിയായ മലക്ക് പറഞ്ഞു. ഐ ഖരീനു ഹാദൽ മുകദ്ദിബിൽ മുഅരിദ് മിനൽ മലായിക. ആരുടെ ഖരീനാണ്? ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ പരാമർശിക്കുന്നത് അൽ മുകദ്ദിബു അൽ മുഅരിദു, കളവാക്കുന്ന കാഫിറും മുഖം തിരിച്ചു പോകുന്ന കാഫിറും. കുഫറിനെ രണ്ടാക്കിയിട്ട് അവിടെ രണ്ടവസ്ഥകൾ പറഞ്ഞു. കാഫിരീങ്ങളുടെ അവസ്ഥ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ കളവാക്കും, അത് കുഫറാണ്, തക്ദീബ് എന്ന് പറയുന്നത് കുഫറാണ്. അല്ലെങ്കിൽ മുഅരിദ്, അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള സന്ദേശങ്ങളെ അത് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം തിരിക്കും, സ്വീകരിക്കാതിരിക്കും. കുഫറിന് ഈ രണ്ടവസ്ഥകൾ ഉണ്ടാകാം. ഒന്നുകിൽ ഇമ്മാ ബി തക്ദീബ് വ ഇമ്മാ ബിൽ ഇറാദ്. പച്ചക്ക് കളവാക്കുന്നതാണെങ്കിൽ അത് തക്ദീബാണ്. അങ്ങനെയുള്ള മുകദ്ദിബായ കാഫിർ, അതുപോലെ തന്നെ മുഅരിദായ കാഫിർ, അഅറള യുഅരിദു, മുഅരിദ് എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചു കളഞ്ഞു. അള്ളാഹു നബിമാർ ഇറക്കി, ഗ്രന്ഥങ്ങൾ ഇറക്കി, സന്ദേശം എത്തിച്ചു കൊടുത്തു. ആ നബിനെ വേണ്ട, ഗ്രന്ഥത്തെ വേണ്ട, സന്ദേശത്തെ വേണ്ട, അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നു. അങ്ങനെ മുഖം തിരിച്ചു കളയുന്ന മുഅരിദീങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ, നബിമാരെ, സന്ദേശത്തെ പച്ചക്ക് കളവാക്കിയിട്ട് ഇതൊന്നും നിങ്ങൾ കൊണ്ടുവന്നൊന്നും ശരിയല്ല, ഇതൊന്നും നിങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് കളവാക്കുന്ന മുകദ്ദിബീങ്ങൾ. അങ്ങനെയുള്ള മുകദ്ദിബും മുഅരിദുമായിട്ടുള്ള ഒരു കാഫിറിന്റെ ഖരീനാണ് പറയുന്നത്. ആ ഖരീൻ മിനൽ മലായിക, മലക്കുകളിൽപ്പെട്ടിട്ടുള്ള ഖരീനാണ്. ഇവിടെ ജിന്നിൽപ്പെട്ടിട്ടുള്ള ഖരീനല്ല ഉദ്ദേശിക്കുന്നത്. അല്ലദീന വക്കലഹുമുല്ലാഹു അലാ ഹിഫ്ളിഹി, ആരാണ് ഈ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഖരീനുകൾ, മലക്കുകളിൽപ്പെട്ട ഖരീനുകൾ? അല്ലദീന ഇസ്മുൽ മൗസൂൽ, യാതൊരുവരാണ്, ദോസ് ഹു, വക്കലഹും അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു, ആരാണ് ഏൽപ്പിച്ചത്? അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്? അലാ ഹിഫ്ളിഹി, അവനെ നോക്കാൻ, ആ മനുഷ്യനെ, ഓരോ മനുഷ്യനെയും നോക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ നമ്മളെ പ്രത്യേകം പരാമർശത്തിൽ ഇരിക്കുന്നത്, സ്പെഷ്യൽ റെഫറൻസ് ഏതിലേക്കാ പോകുന്നത്? അൽ മുഅരിദു അൽ മുകദ്ദിബു, കളവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു പോയിട്ടുള്ള മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ പരാമർശിച്ചു വരുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളിൽപ്പെട്ടിട്ടുള്ള ഖരീൻ. ആ മനുഷ്യനെ നോക്കണമെന്ന് മാത്രമല്ല, വഹിഫ്ളി അഅ്മാലിഹി, അവൻ ചെയ്യുന്ന സകലമാന പ്രവർത്തനങ്ങളെയും അതും സംരക്ഷിക്കണം, രേഖപ്പെടുത്തി സംരക്ഷിക്കണം, ഒന്നൊഴിയാതെ.
അതാണുള്ള മലക്കുകളുടെ ജോലി. ഒന്നൊഴിയാതെ അവൻ ചെയ്യുന്ന വാക്കാകട്ടെ പ്രവർത്തനമാകട്ടെ അത് മുഴുവനും റെക്കോർഡ് ചെയ്യണം. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംരക്ഷിക്കണം. അവനെ നോക്കിക്കൊണ്ടിരിക്കണം. അവൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച സ്ഥാനത്ത് ഇവനെ കാണുന്നുണ്ടോ? അള്ളാഹു എന്താണോ വിലക്കിയത് ആ വിലക്കിയ സ്ഥാനത്ത് നിന്ന് അവൻ മാറി നിൽക്കുന്നുണ്ടോ? അതല്ല അവിടെ അവൻ ആ വിലക്കിയ സ്ഥലത്ത് അവൻ പോയിട്ട് തിന്മയിൽ അകപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ഇവർ നോക്കേണ്ടതും ഇവരതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യേണ്ടതും ഇത് ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ. ആ മലക്കുകളിൽ പെട്ടിട്ടുള്ള കരീനാണ് പറയുന്നത് ഫയുഹ്ളിറുഹു. അങ്ങനെ ഫ എന്ന് പറയുന്നത് തഅഖീബിനാണ്. അൽഫാഉ ലിത്തഅഖീബ്. യുഹ്ളിറു, ആ മലക്കുകളിൽ പെട്ടിട്ടുള്ള കരീൻ അവൻ ഹാജരാക്കും. യുഹ്ളിറുവിന്റെ ഫാഇൽ മുസ്തതിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലാ അൽ ഖരീൻ. ഖരീനിലേക്ക് മടങ്ങുന്നതാണ്. ആ ഖരീനിൽ പെട്ടിട്ടുള്ള ആ മലക്ക് യുഹ്ളിറു, ആ മലക്കാണ് ഹാജരാക്കുന്നത്. ഹു, അവനെ. അവനെ എന്ന് പറഞ്ഞാൽ അൽ മുകദ്ദിബു അൽ മുഅ്രിദ്, മുകദ്ദിബും മുഅ്രിദുമായ ആ കാഫിറിനെ. എന്താണ് ഹാജരാക്കുന്നത്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ അള്ളാന്റെ മുന്നിൽ ഹിസാബിന് ഹാജരാക്കുന്നു. വയുഹ്ളിറു അഅ്മാലഹു, അതേപോലെ തന്നെ അവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അതും ഹാജരാക്കും. പ്രവർത്തനങ്ങൾ അത് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഹാജരാക്കുന്നു. ആ ഗ്രന്ഥങ്ങൾ അവിടെ നിവർത്തപ്പെടുന്നു. ആ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാക്ഷികൾ അവരെ ഹാജരാക്കുന്നു. സാക്ഷികൾ എന്തായിരിക്കാം? ചിലപ്പോൾ മലക്കുകളാകാം, ചിലപ്പോൾ അല്ലാത്തവരാകാം, ചിലപ്പോൾ മനുഷ്യരാകാം, ചിലപ്പോൾ നമ്മുടെ ശരീരം തന്നെ ആകാം. പലതരത്തിലുള്ള സാക്ഷികൾ നമുക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് ആ സാക്ഷികൾ അവര് ഹാജരാകും. അതിന്റെ രേഖ അവിടെ ഉണ്ട്. അവനെയും കൊണ്ടിട്ട് അവനെ ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് വന്നിരിക്കുകയാണ്. അവനെ ഹാജരാക്കുന്നു. അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ ഹാജരാക്കുന്നു. വയഖൂലു, എന്നിട്ട് അള്ളാഹുവിനോട് ഈ മലക്ക് പറയുകയാണ്, ഹാദാ മാ ലദയ്യ അതീദ്, ഇവനാണ് എന്നെ റബ്ബൻ എന്റെ അടുക്കലുള്ളത്, എന്നെ നീ ഏൽപ്പിച്ചിട്ടുള്ളത്. അവനെ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഹിസാബിന് റെഡിയാണ്. അവന്റെ അമാലുകൾ ഹിസാബിന് റെഡിയാണ്. അമാലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ ഇതാ. അതിലാവശ്യമായ സാക്ഷികൾ, ആ സാക്ഷികൾ ഇവിടെ ഒരുക്കാണ് ഹിസാബ് നടത്താൻ വേണ്ടി. ഐ എന്ന് വെച്ചാൽ അത് അഹ്ളർത്തു, ഞാൻ ഹാജരാക്കി കഴിഞ്ഞിരിക്കുന്നു. മാ ജുഇൽതു അലൈഹി, മൻ ജുഇൽതു അലൈഹി, ഏതൊരുത്തന്റെ മേൽ ഏതൊരുത്തന്റെ കാര്യത്തിൽ എന്നെ നീ നിശ്ചയിച്ചിട്ടുണ്ടോ. അവിടെ ജുഇല അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, ഫാഇലല്ല ഉണ്ടാകുക, നായിബു ഫാഇല ഉണ്ടാകുക. കാരണം അത് പാസീവ് വോയിസിലാണ് വന്നത്. ഞാൻ ഇതാ ഹാജരാക്കിയിരിക്കുന്നു. മാ ജുഇൽതു, ഏതൊരുത്തന്റെ കാര്യത്തിനുമേൽ. ഇവിടെ മാ എന്തുകൊണ്ട് പ്രയോഗിച്ചു, എന്തുകൊണ്ട് മന്ന് പ്രയോഗിച്ചിട്ടില്ല? അത് ആമാകാൻ വേണ്ടിയാണ്. മണ്ണ് പ്രയോഗിച്ചാൽ ആ മനുഷ്യനിലേക്ക് മാത്രമേ മടങ്ങുള്ളൂ. മാ പ്രയോഗിച്ചാൽ ആ മനുഷ്യൻ എന്നുള്ള വ്യക്തിയിലേക്കും മടങ്ങാം, അയാളുടെ അമാലിലേക്കും മടങ്ങാം. അപ്പൊ അത് രണ്ടിനെയും കൂടെ ഉൾപ്പെടുത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് ഏതാണ്? മന്നല്ല മാണ്. മന്നല്ല മാണ്. അപ്പോ ഖദ് അഹ്ളർത്തു, ഞാൻ ഹാജരാക്കിയിരിക്കുന്നു. മാ, ഒരുത്തനെയും അവന്റെ പ്രവർത്തനങ്ങളെയും. ജുഇൽതു, എന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്നെ നീ നിശ്ചയിച്ചിരിക്കുന്നു. അലൈഹി, അവന്റെ മേൽ, അവന്റെ പ്രവർത്തനങ്ങളുടെ മേൽ. ഏതൊരുവന്റെ പ്രവർത്തനങ്ങളുടെ മേൽ എന്നെ നീ നിശ്ചയിച്ചുവോ അവനെ ഞാനിതാ ഹാജരാക്കിയിരിക്കുന്നു. അവന്റെ മേൽ എന്നെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്തിന്? ആ മിന്ന് അൽ മിന്നു ലിൽ ബയാൻ മിൻ ഹിഫ്ളിഹി, അവനെ നോക്കണം, അവന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. വഹിഫ്ളി അമലിഹി, അവന്റെ അമലുകൾ മുഴുവനും നോക്കണം. അവനെയും അവന്റെ അമലുകളെയും നോക്കാൻ എന്നെ നീ നിശ്ചയിച്ചുവല്ലോ, ഞാൻ നിശ്ചയിക്കപ്പെട്ടുവല്ലോ. എന്നെ നിശ്ചയിച്ചിട്ടുള്ള ആ വ്യക്തിയെ ഞാനിതാ ഹാജരാക്കിയിരിക്കുന്നു. ഫയുജാസ ബി അമലിഹി, അങ്ങനെ അതിനുശേഷം ഫയുജാസ, ആ വ്യക്തിക്ക് ജസാ നൽകപ്പെടും. യുജാസ, ജസാ നൽകപ്പെടും. മജ്ഹൂലാണ് യുജാസ. ആ യുജാസ എന്നതിൽ ഒരു ലമീറുണ്ട്, മുസ്തതിർ, തഖ്ദീറുഹു ഹുവ യഊദു. ഏതിലേക്കാണ് അത് മടങ്ങുന്നത്? ഇലൽ മുകദ്ദിബിൽ മുഅ്രിദ്, മുകദ്ദിബും മുഅ്രിദുമായ ആ വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിക്ക് പ്രതിഫലം നൽകപ്പെടണം. ബി അമലിഹി, എന്തിന്റെ അടിസ്ഥാനത്തിൽ? അയാളുടെ അമലിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ആ വാചകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. യഖൂലു തആല, ഏതെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ പറയും. ജാസ, യുജാസി, പ്രതിഫലം നൽകി, ടു റിവാർഡ്. യുജാസി എന്നുള്ളത് മഅറൂഫാണ്. യുജാസ എന്നാകുമ്പോ അത് മജ്ഹൂലാകും, പ്രതിഫലം നൽകപ്പെടാൻ.
ഫയുജാസ ബി അമലിഹി. ഇബാറത്ത് മൊത്തം നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞോ. യഖൂലു തആല വഖാല ഖരീനുഹു ഐ ഖരീനു ഹാദൽ മുകദ്ദിബിൽ മുഅ്രിദ് മിനൽ മലായിക الذين وكلهم الله على حفظه وحفظ أعماله فيحضره يوم القيامة ويحضر أعماله ويقول هذا ما لدي عتيد أي قد أحضرت ما جعلت عليه أحضرت ما جعلت عليه. എന്നെ നിശ്ചയിക്കപ്പെട്ടത് ഏതൊരുത്തന്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണോ അവന്റെ പ്രവർത്തനങ്ങളെ ഞാനിവിടെ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് എന്നെ ഏൽപ്പിച്ചിരുന്നത് മിൻ ഹിഫ്ളിഹി വ ഹിഫ്ളി അഅ്മാലിഹി. അതെന്തിനു വേണ്ടിയാണ്? ഫയുജാസ, അവന് ജസാ നൽകപ്പെടാൻ വേണ്ടിയാണ്. അത് ബി അമലിഹി, അവന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അപ്പൊ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഖരീൻ എന്നുള്ളത് ഖുർആനിലും ഹദീസിലും രണ്ട് തരത്തിലുള്ള ഇതിനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മലക്കിനും ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് ജിന്നിനും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അതീദ് എന്ന് പറയുന്നത് ഫഈൽ വസനിലുള്ളതാണ്. അതീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐന് താ അതുപോലെ ദാല് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി വെക്കുക, തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫാഇലിന്റെ മാനക്കും അത് ഉപയോഗിക്കാം. ഫഈൽ വസനിന്റെ പ്രത്യേകതയാണ് അത്. ഫഈൽ എന്നുള്ളത് ബിമഅനൽ ഫാഇൽ ഔ ബിമഅനൽ മഫ്ഊൽ, ഫാഇലിന്റെ മാനയിൽ ഉപയോഗിക്കാം, മഫ്ഊലിന്റെ മാനയിൽ ഉപയോഗിക്കാം. ഈ സൂറത്തിൽ തന്നെ അതീദ് ഫാഇലിന്റെ മാനയിൽ ഇതിന്റെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് റഖീബുൻ അതീദ് എന്ന് പറഞ്ഞത്. മഫ്ഊലിന്റെ മാനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹാദാ മാ ലദയ്യ അതീദ്. അടുത്ത ആയത്ത് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ്. ഇതില് ഖുർആനിന്റെ ആ സാഹിത്യ ഭംഗി അതിലുണ്ട്. സാഹിത്യ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അറബി സാഹിത്യത്തെ കുറിച്ച് ഒരു ചെറിയ ധാരണ കൂടി വേണം. അൽഖിയാ ഫീ ജഹന്നം കുല്ല കഫാരിൻ അനീദ്. അൽഖാ യുൽഖി, ഒരു സംഗതി കൊണ്ടുപോയിട്ട് എറിയുന്നതിനാണ്, ഇടുന്നതിനാണ്. നിങ്ങൾക്ക് കാണാം, ഇൽഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, റംയാണ്, ഇട്ട് കൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക. അൽഖ ഫിഅൽ മാദി, യുൽഖി മുളാരിഉ, അതിന്റെ അമ്രാണ് അൽഖി, അതിന്റെ സ്വീഗത്തു തസ്നിയ അൽഖിയ. നിങ്ങൾ രണ്ടുപേരും എറിഞ്ഞോളൂ, ഇട്ടുകൊടുത്തോളൂ. ഫീ ജഹന്നമ, ജഹന്നമിൽ. ജഹന്നമ എന്നുള്ളത് അള്ളാഹ് ശിക്ഷിക്കാൻ വേണ്ടി അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകത്തിനാണ് ജഹന്നം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന വാക്കാണ്. ആരെയാണ് നിങ്ങൾ കൊണ്ടുപോയി എറിയേണ്ടത് ജഹന്നമിൽ? കുല്ല കഫാരിൻ അനീദ്, കുല്ല കഫാരിൻ അനീദ്, എല്ലാ കാഫിരീങ്ങളെ. അനീദ് ഇനാദുള്ള കാഫിരീങ്ങളെ. ഇനാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനാദ് എന്ന് പറഞ്ഞാൽ മത്സരം എന്നൊക്കെ പറയും ചിലപ്പോ ആണെങ്കിൽ. മുആനദത്ത്, ഒന്നിനോട് റിബല്യസ് ആയിട്ട് നിൽക്കുന്നതിനാണ്, ഒന്നിനോട് പിന്നെ എന്താണ് നാം പറയാ, എതിർത്ത് നിൽക്കുന്നതിനാണ് ഇനാദ് എന്ന് പറയാം. പക്ഷെ അത് ആ എന്തൊക്കെ ഇതിനർത്ഥം പറഞ്ഞാലും അതിന്റെ അസ്ലുമാണ് കിബറിലേക്കാണ്, അഹങ്കാരത്തിലേക്കാണ് മടങ്ങുക. അഹങ്കാരത്തിൽ തോനെന്താ നമ്മൾക്കെന്താ കുറവുണ്ടോ? ഈ തോന്നിയിട്ട് അപ്പുറത്തുള്ള ഒരു സംഗതിക്ക് എതിര് പറയുന്ന. ഇപ്പൊ ഇബ്ലീസിന്റെ അടുക്കലുള്ളത് ഇബ്ലീസ് അനീദാണ്. എന്തുകൊണ്ട്? ആദമിന് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ ആദമിന് ഞാൻ സുജൂദ് ചെയ്യാണ്. എന്നുണ്ടാക്കിയത് തീയിൽ നിന്ന്, അവരുണ്ടാക്കിയത് കളിമണ്ണിൽ നിന്ന്. ആ സുജൂദ് ഖലഖത തീന, ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? അതാണ് ഇനാദ്. അതൊരു റിബല്യസ് ആയിട്ടുള്ള പെരുമാറ്റമാണ്. പക്ഷെ ആ പെരുമാറ്റം വരുന്നത് ഏതിൽ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്നാണ്. ഇത് അല്ലാഹ് വകവെക്കുന്ന പ്രശ്നമല്ല. അതാണ് മറ്റേ ഹദീസിലൊക്കെ പറഞ്ഞത്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിനൽ കിബ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശനം നൽകൂല ഹൃദയത്തിൽ ഒരു അണുവോളമെങ്കിലും കിബറുള്ള ഒരുത്തനെ. കാരണം കിബറുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്നാകുന്ന പ്രശ്നമല്ല. കിബർ പടപ്പുകൾക്ക് പറഞ്ഞതല്ല, അത് അള്ളാഹ്ക്ക് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖിയാമത്ത് നാളിൽ പറയും, വൽ കിബ്രിയാഉ റിദാഇ, ഞാൻ എന്ന് പറയുന്ന അഹങ്കാരം അത് എനിക്ക് പറഞ്ഞതാണ്, അതെന്റെ തട്ടമാണ്. അതിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും
ആരെങ്കിലും അതിൽ എന്നോട് മത്സരിക്കുകയാണെങ്കിൽ അവരെ ഞാൻ നരകത്തിലിട്ടത് തന്നെ. ഇപ്പൊ ഇബ്ലീസിന്റെ പ്രശ്നം എന്താ? ഇബ്ലീസും ധിക്കരിച്ചു, ആദമും ധിക്കരിച്ചു. ആദമിന് അള്ളാഹ് പുറത്തു കൊടുത്തു, ഇബ്ലീസിനെ അള്ളാഹു ശപിച്ചു. കാരണം ആദമിൻ്റെത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷഹ്വത്താണ്. ആ മരത്തുമെന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിട്ടുമല്ലോ എന്നുള്ള തിന്നാൻ ടെംപ്റ്റേഷൻ തോന്നി, അത് തോന്നി, അത്രേ ഉള്ളൂ. അതിൽ കിബിറില്ല, ഇനാദില്ല. അതിൽ കിബിർ ഇനാദ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നേരെ മറിച്ച് മറ്റയാൾ അങ്ങനെയല്ല ധിക്കരിച്ചത്. മറ്റയാൾ ധിക്കരിച്ച് അവനാര്? അവന് ഞാൻ സുജൂദ് ചെയ്യാനോ? അവൻ്റെത് കിബറിൽ നിന്നാണ്, അവൻ്റെത് ഇനാദിൽ നിന്നാണ്. അതുകൊണ്ട് ഏതൊരുത്തന്റെ ധിക്കാരം അത് കിബിറിനാലാണോ അവനെ നീ വിട്ടേക്കൂ. അവന്റെ പേരിൽ അള്ളാഹുവിന്റെ ഗളബ് ഉണ്ടായിരിക്കും, അള്ളാഹിന്റെ കോപം ഉണ്ടായിരിക്കും. ഫമൻ കാനത് മഅസിയതുഹു, ഏതൊരുത്തന്റെ മഅസിയത്ത് അത് ശഹ്വത്ത് കൊണ്ടാണെങ്കിൽ ഫർജു ലഹു അത്തൗബ, അവന് തൗബണ്ട് എന്നുള്ള കാര്യം നീ പ്രതീക്ഷിച്ചോ. കാരണം ഇബ്ലീസ് അള്ളാഹിനെ ധിക്കരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അവൻ മർജൂമായി, ശപിക്കപ്പെട്ടവനായി. അള്ളാഹ് അവിടെ നിന്ന് ഇറക്കി വിട്ടു, അവനെ നരകത്തിന്റെ ആളാക്കി വെച്ചു. എന്നാൽ ആദമ് ധിക്കരിച്ചത് ശഹ്വത്ത് കൊണ്ടാണ്. അതപ്പോ ആദമ് തന്നെ അത് തിരുത്തി തൗബ ചെയ്തു. അള്ളാഹു ആദമിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ മഗ്ലൂബ് അലൈഹിം എന്നാ പറഞ്ഞത്. കാരണം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത് എന്ന് പറഞ്ഞാൽ അഹങ്കാരാണ്. ഇത് ഇസ്മായിലിന്റെ പരമ്പരയിൽ എന്തിന്? ഇസ്ഹാഖിന്റെ പരമ്പരയിൽ വന്നാ പോരെ. നബുവത്ത് എന്നുള്ളത് ഇസ്ഹാഖിന്റെ പരമ്പരയിൽ വരണ്ടേ? അതെങ്ങനെ ഇസ്മായിലിന്റെ പരമ്പരയിൽ വരുന്നത്? ഇസ്മായിലിന്റെ പരമ്പരയിൽ വന്നു, അത് നബിയാണ്, അതൊക്കെ സത്യം. പക്ഷെ അത് നമ്മളെ പരമ്പരയിൽ അല്ലെങ്കിൽ നമ്മൾ അവനോട് എതിരാണ്. അത് കിബറാണ്, അത് ഇനാദാണ്. അഹങ്കാരം എന്ന് പറയാൻ നമ്മൾ വിചാരിച്ച മാതിരി വലിയ ഒരു പ്രൗഢിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇതിൽ നടക്കുന്ന മാതിരി നടക്കണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് അനുസരിച്ചിട്ട് ഒരു മനുഷ്യൻ അയാള് ഒരു പക്ഷെ അവൻ അഹങ്കാരിയായിരിക്കും. അവൻ ധരിച്ചത് വളരെ റഫായിട്ടുള്ള ഒരു റഗ് വസ്ത്രമായിരിക്കും ചിലപ്പോൾ മൂടിപ്പോച്ചിട്ടുണ്ടാകുക. അപ്പൊ ഒരാൾ എടുക്കുന്ന വസ്ത്രത്തിന്റെ ചുരുക്കോ അവൻ ധരിക്കുന്ന ചെരുപ്പിന്റെ ഭംഗിയോ വിലയോ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അഹങ്കാരം കണക്കാക്കണ്ട. അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? അത് ഇതാണ്, ഒരു സത്യം, ആ സത്യത്തിന് വഴങ്ങാൻ റെഡിയാണോ അല്ലേ എന്നുള്ളതാണ്. ഇബ്ലീസ് സത്യത്തിന് വഴങ്ങാൻ റെഡിയല്ല, അതാണ് അഹങ്കാരം. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നബി അതിന്റെ നിർവചനം കൊടുത്തിട്ടുള്ളത് ബത്തറുൽ ഹഖ് വഗംതുന്നാസ്. ബത്തറുൽ ഹഖ്, സത്യം വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിന് അത് ഒരാൾ അംഗീകരിക്കാതെ അതിന് കീഴ്പ്പെടാതിരിക്കുക. എന്നോ ബാക്കിയുള്ളവർ ഞാനല്ലാത്തവരൊക്കെ ഓരൊക്കെ മോശക്കാര്, ഞാൻ 916 ക്യാരറ്റ് നല്ല പരിശുദ്ധമായ നെയ്യ് എന്ന് വെക്കുക. അതുകൊണ്ട് തന്നെ ഗൈറുൽ മഗ്ലൂബി അലൈഹിൻ എവിടെ പറഞ്ഞാലും ആ ഗൈറുൽ മഗ്ലൂബി അലൈഹിന്റെ ആ സ്ട്രെഞ്ചിൽ വരുന്നത് ഒന്ന് ഇബ്ലീസ് ഇതാണ്. ഈ രണ്ടും അവന്റെ അടുക്കലുണ്ട്. അള്ളാഹ് പറഞ്ഞു അതാണല്ലോ സത്യം. ആ സത്യം അവൻ വകവെക്കുന്നില്ല. അവൻ മുന്തിയവനും ആദമ് മോശപ്പെട്ടവനും. പിന്നെ ഫിറഔനാണ് അടുത്തതിലേക്ക് വരുന്നത്. ഫിറൗന്റെ പ്രത്യേകത ഇതന്നെയാണ്, ഞാനാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളവരൊക്കെ ആര്? ഞങ്ങളെ വർഗ്ഗമാണ് ഏറ്റവും നല്ല വർഗം, ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും മോശപ്പെട്ടവനും. ബാക്കി എന്ത് സത്യം പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കണ പ്രശ്നമല്ല. സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. ഇതേ സംഗതിയാണ് ഖവാരിജികളുടെ അടുക്കലുള്ളത്. ഖുറൂജ് എന്ന് പറഞ്ഞാൽ ആരാധന ഇല്ലാത്തതല്ല. ഖവാരിജികളെ കുറിച്ച് പറയുന്നിടത്ത് അവര് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറ്റേ 2 താബിഈ വര്യന്മാർ വന്നിട്ട് പരാതിപ്പെടുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് ബസ്രയില് മഅബദുൽ ജുഹനി ഇത് തുടങ്ങി വെച്ചു. ഏത്? ഖദറിന്റെ നിഷേധം. അത് കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന നേരത്ത് തന്നെ പറഞ്ഞത് എന്താണ്? അവര് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട്, അവര് ഇൽമിന് വേണ്ടി ഖഫാറുകൾ, വിശാലമായ മരുഭൂമികൾ താണ്ടും. യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതുക കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ട് തരിച്ചു നിന്ന് പോകുന്ന ജാതി ഒത്താണ്. എന്താണ് അവരുടെ നിസ്കാരം, എന്താണ് അവരുടെ ഖുർആൻ പാരായണം, എന്താണ് ഇൽമിന് വേണ്ടിയിട്ടുള്ള അവരുടെ അഭിനിവേശം, അതൊക്കെ ഭയങ്കരാണ്. പക്ഷെ അവരിങ്ങനെ പറയാ. അപ്പൊ അതൊന്നുമല്ല ആ ഖവാരിജികളുടെ സ്വഭാവം. സത്യം പറഞ്ഞ സത്യം അവർ അംഗീകരിക്കൂല, അവർക്ക് തോന്നിയത് അവർ അംഗീകരിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മോശക്കാര്, ഞങ്ങള് മുന്തിയോര്.
ഇതാണ് ബത്തറുൽ ഹഖ് വഗംതുന്നാസ്. അല്ലാണ്ട് ഒരാൾ ധരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ഒരാൾ ധരിക്കുന്ന ചെരുപ്പ് അതൊന്നുമല്ല. അല്ലെങ്കിൽ ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഇത്തരം വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യൻ ഓനൊരു കിബറുമില്ല നിങ്ങൾ വിചാരിക്കേണ്ട. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിലുള്ള കിബറിന്റെ വലുപ്പം നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. വൈനാലേഹില്ല. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കുകയാണെങ്കിൽ അത് റഗ്ഗായിരിക്കും. അത് മൂടിപ്പൊടിച്ച് നടക്കുകയാണെങ്കിലും മനസ്സ് നിറയെ കിബറായിരിക്കും. അതുകൊണ്ട് ഇനാദ് എന്ന് പറയുന്നത് സ്റ്റെം ഔട്ട് ചെയ്യുന്ന ഈ മാത്സര്യ ബുദ്ധി അല്ലെങ്കിൽ ഇത് വരുന്നത് ഏതിൽ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരത്തിൽ നിന്ന് വരുന്നത് അത് ജൂതന്മാരിൽ അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ, ഖവാരിജികളെ കുറിച്ച് പറയുമ്പോൾ, ഫിറഔനിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇബ്ലീസിനെ കുറിച്ച് പറയുമ്പോൾ ഓരൊക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഈ രണ്ട് വാക്കുകളാണ്. ഒന്ന് ഇനാദ് എന്ന് പറയുന്ന ഈ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ, രണ്ട് അതിന്റെ അനന്തരഫലം മഗ്ദൂബ് അലൈഹിം, അവർ മഗ്ദൂബ് അലൈഹിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽഖിയ, കൊണ്ടുപോയി ഇട്ടേക്കണം, ഫീ ജഹന്നമ, ജഹന്നമിൽ എറിഞ്ഞേക്കും, കുല്ല കഫാരിൻ അനീദ്, എല്ലാ കഫാറുകളെയും. കഫാർ എന്നുള്ളത് സീഗത്തുൽ മുബാലഗ, അതിശയോക്തി പറയാനുള്ളതാണ്. ഫആൽ വസ്ൻ. കുഫർ രണ്ട് രൂപത്തിൽ വരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ ഒന്നുകിൽ ഇമ്മാ ബിൽ ഇറാദ് വ ഇമ്മാ ബി തക്ദീബ്, തക്ദീബിലൂടെ വരും അല്ലെങ്കിൽ ഇറാദിലൂടെ വരും. അങ്ങനെയുള്ള കുഫാറുകൾ, ആ കുഫാറുകൾ അവർ കാഫിരീങ്ങളായി തീർന്നത് എന്ത് കാരണത്തിൽ നിന്നാണ്? കുഫറിലേക്ക് അവരെത്തിച്ചത് അൽ ഇനാദ്, ഇനാദാണ്. അതുകൊണ്ട് കഫാറിനൊരു വിശേഷണം കൊടുത്തു, അനീദാണ്, മാത്സര്യ ബുദ്ധിയുള്ള, റിബല്യസ് ആയിട്ടുള്ള. ഈ റിബല്യസ് ആയിട്ടുള്ള സ്വഭാവം ഏതിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞു വളർന്നു വരുന്നത്? അത് സ്റ്റെം ഔട്ട് ചെയ്തു വരുന്നത് കിബറിൽ നിന്നാണ്. കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചുരുക്കുള്ള വസ്ത്രം എടുക്കലാണോ? അല്ലെങ്കിൽ പിന്നെ കിബർ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിക്കൻ തുണി പുതുക്കലാണോ? ഒന്നുമല്ല. കിബർ എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ് വഗംതുന്നാസ്. അതുകൊണ്ട് തന്നെ കഫാറുൻ അനീദനെ നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി എറിഞ്ഞോളൂ. അപ്പോൾ അൽഖിയ, എന്തിനാ സീഗത്തു തസ്നിയ ഉപയോഗിച്ചത്? സീഗത്തു തസ്നിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷന്റെ സാഹിത്യപരമായ ഒരു ചർച്ചയിലേക്കാണ് പോവുക. അറബി ഭാഷയില് സാധാരണഗതിയിൽ അറബി ഭാഷ ഈ മരുഭൂമിയിലുള്ള ഇവരുടെ മരുഭൂ ജീവിതത്തിൽ നിന്നാണ് അറബി ഭാഷന്റെ നേച്ചർ ഉണ്ടായിത്തീരുന്നത്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, ഒരു സ്ഥലത്ത് വെള്ളമോ പുല്ലോ കാണുമ്പോൾ അവിടെ കുറച്ച് ദിവസം തമ്പടിക്കുന്നു, അവിടെ ജീവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ വെള്ളം അവസാനിക്കുന്നു, അവിടുത്തേതൊക്കെ കഴിയുമ്പോൾ ആ സംഘത്തിന്റെ പിന്നെ റായിദ്, അവരുടെ പയനിയർ, അയാൾ വേറെ അടുത്ത സ്ഥലത്ത് എവിടെയാണ് വെള്ളമുള്ളത് അല്ലെങ്കിൽ പുല്ലുള്ളത് എന്ന് നോക്കിയിട്ട് അയാൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പുല്ലുള്ള സ്ഥലമോ കാണുമ്പോൾ അവർ വന്നിട്ട് ഇതാ നമുക്ക് ഇവിടുന്ന് നീങ്ങാന്ന് പറഞ്ഞിട്ട് അവരെ നയിച്ചു കൊണ്ടുപോകുന്നു. അയാൾക്കാണ് റായിദ് പറയാ, റായിദുൽ ഖൗം ലാ യക്ദിബുഹും. ഹദീസിൽ പറഞ്ഞില്ലേ റായിദുൽ ഖൗം, അയാൾ ഒരിക്കലും ലാ യക്ദിബുഹും, അവരോട് കളവ് പറയാൻ പോകുന്നില്ല. അങ്ങനെ തേടിപ്പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒന്ന് അവരുടെ യാത്രക്ക്, രണ്ട് അവരുടെ പിന്നെ മൃഗങ്ങൾക്ക്, മൂന്നാമത്തേത് അവരുടെ മറ്റുള്ള പിന്നെ ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് അവർക്ക് എപ്പോഴും എന്തു വേണം? രണ്ട് സഹായികൾ വേണം. ഒരാൾ സഹായിയുള്ളവനാണ് എന്ന് പറയണമെങ്കിൽ, എനിക്ക് സഹായം ഉണ്ട് എന്ന് പറയണമെങ്കിൽ, എനിക്ക് എന്റെ കൂടെ എന്റെ സ്വന്തക്കാരുണ്ട് എന്ന് പറയണമെങ്കിൽ അക്കല്ല് രണ്ടാളെങ്കിലും വേണം. അതാണ് അവർക്ക് രണ്ടാൾ, ഇടം വരെ ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ അവരുടെ ആ നോമഡിക് ലൈഫിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് അവർക്ക് എന്ത് വേണം? രണ്ടാൾ വേണം. അതുകൊണ്ട് അവർ ഒരാളോട് പറയാനുണ്ടെങ്കിൽ പോലും ഈ സങ്കല്പം മുന്നിൽ വെച്ച് രണ്ടാളോടെ പറയുള്ളൂ. സീഹയിലാണ് പറയാ. ഇപ്പോ അറബി സാഹിത്യത്തിലെ ഖുർആൻ അള്ളാന്റെ കലാമാണ്, അതിന് നല്ല സാഹിത്യ മൂല്യമുണ്ട്. അതിനെ കവച്ചു വെക്കാൻ സാഹിത്യ മൂല്യമുള്ള മറ്റൊന്ന് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ജിന്നോ അല്ലെങ്കിൽ മനുഷ്യനും ജിന്നോടും സംയുക്തമായി ശ്രമിച്ചാലോ അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാൻ സാധിക്കൂല എന്നുള്ള വേറെ കാര്യം. അതല്ലാതെ അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുകൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ ജാഹിലി കവികളിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ കഅബയില് അത്തരത്തിലുള്ള മികച്ച സാഹിത്യ സൃഷ്ടികൾ തെരഞ്ഞെടുത്തിട്ട് അത് സ്വർണത്തിന്റെ ലിപിയിൽ ഇങ്ങനെ കൊത്തി എഴുതി വെച്ചിട്ട് അത് ഒരു ഇതായിട്ട് തുണ്ടിലായിട്ട് അതിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 കവിതകൾ, ഖസീദകൾ, കാവ്യങ്ങൾ കഅബയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വർണ ലിപിയിൽ എഴുതിയിട്ട് തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
സാഹിത്യത്തിന് അവർ അത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചു. അങ്ങനെ മുഅല്ലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിട്ടത് എന്നാണ്. മുഅല്ലഖത്ത്, മുഅല്ലഖാത്ത്, 7 മുഅല്ലഖകൾ ഉണ്ടായിരുന്നു. ചില ചരിത്ര രേഖകളിൽ കാണുന്നത് 10 മുഅല്ലഖകൾ ഉണ്ടായിരുന്നു കഅബയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ കഅബയിൽ ഇങ്ങനെ തൂക്കിയിട്ടുള്ള 10 കാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിത ഇമ്രുൽ ഖൈസിന്റെ കവിതയാണ്. ഇമ്രുൽ ഖൈസിന്റെ കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബിൻ വമൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി ഫതൂളിഹ ഫൽ മിഖറാത്തു ലം യഅഫു റസ്മുഹാ ലിമാ നസജത്ഹാ മിൻ ജനൂബിൻ വശംഅലി. ഖിഫാ, ഖിഫ് നിൽക്കുക, ഖിഫാ നിങ്ങൾ രണ്ടുപേര് നിൽക്കുക. നബ്കി നമുക്ക് കരയാം, മിൻ ദിക്റ ആ ഓർമ്മകൾ, നമ്മുടെ കുറെ ഓർമ്മകളുണ്ട്. ആരെക്കുറിച്ചുള്ള ഓർമ്മ? ആ ഓർമ്മകൾ അത് അയവിറക്കിയിട്ട് നമുക്ക് കരയാം. ആരുടെ ഓർമ്മ? ഹബീബിൻ വമൻസിലി, എന്റെ പ്രിയങ്കരിയായ ഒരു കാമുകി ഉണ്ടായിരുന്നു, ആ ഹബീബിനെ ഓർത്തിട്ട്. വമൻസിലി അവൾ താമസിച്ചിട്ടുള്ള വീടുകൾ ഉണ്ടായിരുന്നു, ആ വീടും അവളെയും അവൾ താമസിച്ചിരുന്ന മുമ്പൊരുക്കെ അതേമാതിരി ഇതിലൂടെ കടന്നു പോയപ്പോ ഞങ്ങൾ ഇവിടെ കുറച്ചു കാലം താമസിച്ചിരുന്നു, എന്റെ ആ കാമുകി ഇവിടെ താമസിച്ചിരുന്നു, അവളെ ഓർത്തിട്ട് ആ നല്ല അയാളുടെ മധുരിക്കുന്ന ഓർമ്മകളുണ്ടല്ലോ, ആ സ്വീറ്റ് മെമ്മറീസ്, അത് വെച്ചിട്ട് അതൊന്ന് അയവിറക്കിയിട്ട് നമുക്ക് അല്പസമയം ഇവിടെ നിന്നിട്ടൊന്ന് കരയാം. ഹബീബിൻ വമൻസിലി, എവിടെയാണത്? എവിടെയാണ് അന്ന് അവൾ താമസിച്ചത്? എവിടെയാണ് അവളുടെ വാസസ്ഥലം ഉണ്ടായിരുന്നത്? ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി, ലിവന്റെയും ഹൗമലിയുടെയും ഇടക്കുണ്ടായിരുന്ന ആ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട്. പിന്നെ അവിടെ വിട്ടിട്ട് പിന്നെ അവിടെ നീങ്ങിയിട്ട് തൂൽഹ മിഖറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങി താമസിച്ചു. എന്നിട്ട് അവരന്ന് താമസിച്ചപ്പോൾ അടുപ്പുണ്ടാക്കിയതും വീട് കെട്ടിയതും ടെന്റ് കെട്ടിയതും അതിന്റെ കടയാളം ലം യഅഫു റസ്മുഹ, അതിന്റെ അടയാളങ്ങൾ തീർത്തും തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല. ലിമാന സജത്ഹാ മിൻ ജനൂബിൻ വശംമലി, വടക്കം കാറ്റും തെക്കം മാറ്റും തിരിച്ചും മറിച്ചും നെയ്ത് പോലെ, തുണി നെയ്യുന്നത് പോലെ അങ്ങോട്ടടിച്ചു ഇങ്ങോട്ടടിച്ചു, ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പോയിട്ട് പോലും അതിന്റെ അടയാളം പൂർണ്ണമായി തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല. ആ അടയാളങ്ങൾ നോക്കി നിന്ന് ആ മധുരിക്കുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അല്പസമയം കരയാം. ഖിഫ അവിടെ പറഞ്ഞപ്പോ രണ്ടാളോടാ പറഞ്ഞത്. ഇത് ജാഹിലി കാലത്തെ കവിത. ഇനി നാബിഗത്തുൽ ജഅദി എന്ന് പറഞ്ഞിട്ട് മിനൽ മുഖദ്റമീൻ, നാബിഗത്തുൽ ജഅദി എന്ന് പറയുന്ന കവി മുഖദ്റമീങ്ങളിൽപ്പെട്ട ആളാണ്. അഥവാ ജാഹിലിയ കാലത്തും അയാൾ പാടിയിട്ടുണ്ട്, ഇസ്ലാമിന്റെ കാലത്തും അയാൾ പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കവികളാണ് മുഖദ്റമീങ്ങൾ. മറ്റേ ജാഹിലികൾ, ഇമ്രുൽ ഖൈസ് ആ കാറ്റഗറി പെട്ടവരൊക്കെ ജാഹിലികളായിട്ടുള്ള ഷുഅറാക്കളാണ്. ഇതിന്റെ തൊട്ടടുത്തിട്ടുള്ള കാലഘട്ടം മുഖദ്റമീങ്ങളുടെ കാലഘട്ടമാണ്. അവർ ജാഹിലിയത്തിലും കാവ്യം രചിക്കുകയും ആലപിക്കുകയും ചെയ്തവരാണ്. ഇസ്ലാം വന്നപ്പോൾ ആ കാലഘട്ടത്തിലും അവർ കാവ്യങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്തിട്ടുള്ള മുഖദ്റമീങ്ങളുടെ തലവനായിട്ടുള്ള കവിയാണ് നാബിഗത്തുൽ ജഅദി. ആ നാബിഗത്തുൽ ജഅദിയുടെ കവിത തുടങ്ങുന്നത് ഖലീലയ്യ عوجا ساعة فتهجر ونوحا على ما أحدث الدهر أوذر. ഖലീലയ്യ, എന്റെ രണ്ട് സുഹൃത്തുക്കളെ. ഖലീലൈനി, രണ്ട് സുഹൃത്തുക്കൾ. എന്റെ അതിലേക്ക് യാമുത്തക്കല്ലിം ഇളാഫത്ത് ചെയ്യുമ്പോൾ ഖലീലയ്യ. ഉഊജ, നിങ്ങളൊന്ന് കുറച്ചു സമയം ഒന്ന് മാറി നിൽക്കും. സാഅത്തൻ, ഒരു യാമം. ഫതഹജ്ജറ, എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം. വനൂഹ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കരയി. അലാമ അഹ്ദസ ദഹ്റു ഔദറ, കാലമുണ്ടാക്കിയ മാറ്റം ഓർത്തിട്ട് നമ്മളിതിൽ എന്തെല്ലാം കളിച്ചതാണ്, നമ്മളിവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയതാണ്, നമ്മുടെ പഴയ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു, അതെല്ലാം ഓർത്തിട്ട് നമുക്കൊന്ന് കരയാൻ രണ്ട് സുഹൃത്തുക്കളെ. ഇവിടൊക്കെ ഈ രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾക്ക് രണ്ട് സുഹൃത്തുക്കളാണ്. അയാൾ ഒറ്റ ഒരാളോടാണ് പറയുന്നത്. പക്ഷെ ഒരാളോടാണ് പറയുന്നത് എങ്കിൽ പോലും ഈ സീഗത്തു തസ്നിയ എടുക്കുന്നത് എന്തിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ ബേസിക് ആയിട്ടുള്ള സങ്കല്പമാണ്. അവർക്കൊരാൾ പോരാ, അവർക്ക് എനിക്ക് എനിക്ക് സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സഹായം ഉണ്ട് എന്ന് പറഞ്ഞാൽ അക്കൽ രണ്ടാളെങ്കിലും വേണം. അപ്പോഴേ അവരെന്താകുള്ളൂ, ഒരു കരുത്തനാകുള്ളൂ. ആ സങ്കല്പത്തിൽ നിന്ന്, അവരുടെ നോമഡിക് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സങ്കല്പത്തിൽ നിന്നാണ് അതുണ്ടായിത്തീരുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ അൽഖിയ ആ സാഹിത്യ പ്രയോഗമാണ്. ആ സാഹിത്യ പ്രയോഗം മനസ്സിലാക്കണമെങ്കിൽ അറബികളുടെ
മരുഭൂ ജീവിതത്തെയും അവരുടെ നോമഡിക് ആയിട്ടുള്ള ലൈഫിനെയും അതിലവര് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നതിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സാഹിത്യങ്ങൾ ആവിഷ്കരിച്ചതും നമ്മൾ നോക്കണം. ആ അർത്ഥത്തിലാണ് അൽഖിയ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതെന്താ, ഏകവചനാണ്. പറയുന്നത് ഒരുത്തനോട് തന്നെയാണ്, പക്ഷെ ഇതാണ് പറയുന്നത്. അതുകൊണ്ട് അൽഖിയ, നിങ്ങൾ ഇട്ടേക്കൂ എന്ന് പറഞ്ഞാൽ നീ ഇട്ടേക്കൂ എന്ന് തന്നെയാണ് അവിടെ. അപ്പൊ എന്താ ഇതിന്റെ സൂചന? ഇവിടെ സഹായികളോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന അവന്റെ ജുനൂദുകൾ അവർക്കൊരു കുറവില്ല എന്നൊരു സൂചനയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അള്ളങ്ങനെ ഒരുത്തനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ജുനൂദുകൾ കുറഞ്ഞതുകൊണ്ടാണോ? ഇല്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. എത്ര ജന്തുവാണെങ്കിലും അള്ളാഹ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കുറവുമില്ല. എല്ലാ ജുനൂദുകളും അള്ളാഹ്ക്കുണ്ട്. അള്ളാഹിന്റെ ജുനൂദിലുള്ള ആ കസറത്തിനെ സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഹിസാബ് നടത്താനും കാര്യങ്ങൾ നടപ്പിലാക്കാനുമുള്ള അവന്റെ സംവിധാനത്തിന്റെ ആ പെരുമയെ സൂചിപ്പിക്കുന്നു. അതെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൽഖിയ പ്രയോഗിച്ചത്. അപ്പൊ ആ ഒരു തരത്തിലുള്ള ആശയങ്ങൾ, അതിലുള്ള ഒരു സാഹിതീയമായിട്ടുള്ള അത്തരം സങ്കല്പങ്ങൾ അത് നമുക്ക് വരണമെങ്കിൽ അറബി സാഹിത്യത്തിന്റെ സ്വഭാവം, അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പവും അവർ ഈ രണ്ട് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളതും എല്ലാം കൂടെ മനസ്സിൽ വരണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ആ അറബികളുടെ അവർക്കറിയാവുന്ന ഭാഷയിലാണ്. അത് സംസാരിക്കാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ധ്വനികളുണ്ട്. അള്ളാഹുവിന്റെ ആ സംവിധാനത്തിന്റെ പൂർണ്ണത. അള്ളാഹ് ഹിസാബിനെ കുറിച്ച് പറയുമ്പോൾ സരിഉൽ ഹിസാബ് വഖഫാ ബിനാ ഹാസിബിൻ. ഹിസാബിന് നമുക്ക് വേറൊരാളും വേണ്ട. അപ്പോ വളരെ പെട്ടെന്ന് തീർക്കുന്നവനാണ്, ഒന്നും വിട്ടൊഴിയാതെ ഹിസാബ് നടത്തുന്നവനാണ്. അള്ളാഹ്ക്ക് വേറൊരാളും വേണ്ട. ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഒന്നും പ്രയാസമല്ല, ഒക്കെ എളുപ്പമാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് നരകത്തിൽ അവൻ ഇട്ടേക്കും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട അതിന് ഏതെങ്കിലും ആളെ കുറവുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ആ പൂർണ്ണതയെയും ആ കരുത്തിനെയും സംവിധാനത്തിന്റെ ആ ഗാംഭീര്യത്തെയും സൂചിപ്പിക്കാൻ കൂടിയാണ് അൽഖിയ. അൽഖീന അതിനർത്ഥമുള്ളൂ. വൽ ഖിതാബു ലിൽ വാഹിദ്. പക്ഷെ അത് ഇസ്തിഅ്മാൽ ഫി സിഗത്തി തസ്നിയ, അത് ഈ കസറത്തിനെയും ആ കരുത്തിനെയും സൂചിപ്പിക്കാനുള്ള അറബി ഭാഷയുടെ പ്രയോഗത്തിലുള്ള ഒരു സൗന്ദര്യമാണ് അതിലുള്ളത്. നിങ്ങൾ രണ്ട് പേരിട്ടേക്ക്, അഥവാ നീ ഇട്ടേക്ക്. ഫി ജഹന്നം, ജഹന്നമിലിട്ടേക്കണം. ജഹന്നമിലിടേണ്ടത് ആരെയാണ്? ജഹന്നമിലിടേണ്ടത് കഫാർ, കാഫിരീങ്ങളെയാണ്. എങ്ങനെയുള്ള കുഫറാണ്? അവർ കുഫറിൽ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ കുഫറിലേക്ക്, കാഫറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അനീദാണ്, ഇനാദ് കാണിക്കുന്നവനാണ്. ഇനാദ് എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ആ ഇനാദ് എന്നുള്ളത് കിബറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബത്തറുൽ ഹഖ് വ ഗംതുൻ നാസ്. അപ്പൊ കുല്ല കഫാരിൻ അനീദ്. ഇനി അതിന് അല്ലാമത്ത് സഅദി കൊടുത്ത തഫ്സീർ വയുഖാലു പറയപ്പെടും. ലിമൻ ഇസ്തഹഖ അന്നാർ. ആരുടെ കാര്യത്തിലാണ് പറയപ്പെടുക? ലിമൻ, ഒരുത്തന്റെ കാര്യത്തിൽ. ഇസ്തഹഖ, അവൻ അവകാശിയായി തീർന്നിട്ടുണ്ട്. അന്നാർ, നരകം. നരകം ഏറ്റുവാങ്ങാൻ തരപ്പെട്ടവൻ അവകാശിയായി. ഇസ്തഹഖ എന്ന് പറഞ്ഞാൽ അവൻ ഡിസേർവ് ചെയ്യുന്നു, അവൻ അവകാശിയായി തീർന്നിട്ടുണ്ട്, അവൻ അർഹിക്കുന്നു. എന്ത്? നരകം അർഹിക്കുന്നവന്റെ കാര്യത്തിൽ പറയപ്പെടും. അൽഖിയാ ഫി ജഹന്നം, നരകത്തിലിട്ടേക്കു. കുല്ല കഫാരിൻ അനീദ്. അവിടെ കഫാർ എന്ന് പറയുമ്പോൾ ഐ കസീരിൽ കുഫർ, എല്ലാ തരത്തിലും കുഫറിൽ അകപ്പെടുന്ന. കുഫറിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഒരു കുഫർ പറഞ്ഞാൽ പിന്നെ കുഫറിന്റെ പരമ്പര പറഞ്ഞുകൊണ്ടിരിക്കും. അത് അതിന്റെ തുടർച്ചയാണ്. അപ്പൊ അവൻ എന്തായിരിക്കും? അവൻ കഫാറായിത്തീരും. അവൻ കസീറുൽ കുഫറാണ്. ഐ കസീരിൽ കുഫരി കുല്ല കഫാരിൻ. ആ കഫാരിൻ എന്നതിനുള്ള വിശദീകരണം ആയതുകൊണ്ടാണ് ഐ കസീരിൽ കുഫരി. അവന് ധാരാളം കുഫറുള്ളവനാണ്. വൽ ഇനാദ്, അവൻ ഇനാദ് കാണിക്കുന്നവനാണ്, അഹങ്കരിക്കുന്നവനാണ്. ഏതിനോട് അഹങ്കരിക്കുന്നവനാണ്? അവൻ കീഴ്പ്പെടുന്നവനല്ല, തസ്ലീം നടത്തുന്നവനല്ല, മറിച്ച് ഇനാദ് നടത്തുന്നവനാണ്. കസീറുൽ ഇനാദാണ്. ഏതിന്? ലി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളോട്. അത് ആയാത്തുഹു അൽ കൗനിയ വ ആയാത്തുഹു അൽ മുനസ്സല.
അള്ളാഹ് ഇറക്കിയിട്ടുള്ള ആയത്തുകളാകാം, അല്ലെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളാകാം. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുകയും അവർക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്നില്ല. അള്ളാഹ് ഇറക്കിയിട്ടുള്ള വചനങ്ങൾ, ആ വചനങ്ങൾ വായിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്നില്ല. അവൻ അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ മാബാരു മാബാരു എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കും. മാബാരു മാബാരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം, അതെന്താ കാര്യം, അതെന്താ നിസ്കാരം വീട്ടണ്ട, നോമ്പ് വീട്ടണം. ആർത്തവകാരിക്ക് നിസ്കാരം വീട്ടണ്ടെന്നെന്താ പിന്നെ? അതുകൊണ്ട് അവസാന ഖവാരിജികൾ അവരുടെ ഭാര്യമാരോടൊക്കെ ഹൈദ് കാലത്ത് നഷ്ടപ്പെട്ടത് നിസ്കരിപ്പിക്കുമായിരുന്നു. ഇതാണ് ഈ ഇനാദാണ്. അതെന്താ, ഇതെന്താ, അതെന്താ. അതുകൊണ്ടാണ് ആയിഷ ബീവി ഉമ്മുനൻ ആയിഷന്റെ അടുക്കൽ വന്നിട്ട് മുആദ പറയുമ്പോ മാബാലുൽ ഹൈദ്, ആ മാബാലു കേട്ടപ്പോൾ തന്നെ ആയിഷ ബീവി അവിടെ തലക്കടിച്ചു. എന്ത് മാബാലു? ആയിഷ ബീവി അപ്പം തന്നെ ചോദിച്ചു, നേരെ ഹറൂരിയത്തുന്നന്തി, ഈ ഹറൂരിയേക്കാൾ പെട്ടോളാണോ അങ്ങനെ ചോദിക്കാൻ? മറിച്ച് അള്ളാഹ് ഒരു കാര്യം പറഞ്ഞ, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മാബാലു എന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ആമന്ന വസല്ലംന എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഇനാദ്, ആ ഇനാദ് കാണിക്കുന്ന ആളുകൾ കസീറുൽ ഇനാദ്, കസീറുൽ കുഫർ വ കസീറുൽ ഇനാദ് ലി ആയാത്തില്ല, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക്, അവന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് അതിനോട് മാത്സര്യ ബുദ്ധി കാണിക്കുന്ന, അതിനോട് അഹങ്കരിക്കുന്ന, അതിന് സമർപ്പിക്കാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കളവാക്കുന്ന, അവയിൽ നിന്ന് മുഖം തിരിച്ചു പോകുന്ന ആളുകൾ, അതിലുള്ള ആളുകളെ നിങ്ങൾ എന്ത് കൊണ്ടുപോയി ഇടണം? നരകത്തിലിടണം. അൽ മുക്സിരി മിനൽ മആസി, അങ്ങനെയുള്ള ഒരുത്തൻ പറഞ്ഞാൽ അൽ മുക്സിർ, അവൻ വർദ്ധിപ്പിക്കുന്നവനാണ്. മിനൽ മആസി, എല്ലാ തരം തെറ്റുകുറ്റങ്ങൾ മാസിയത്തുകൾ വർദ്ധിപ്പിക്കുന്നവനായ. അൽ മുജ്തരി ഒക്കെ മറ്റോടത്ത് കാണാം. ഏത് കഫാരിൻ എന്ന് പറഞ്ഞോടത്ത് കാണിട്ട് അതിന്റെ താലൂക്ക്. ആ കഫാർ എന്ന് പറഞ്ഞതിനെ ബയാൻ ചെയ്യാനാണ്. എന്ന് പറഞ്ഞപ്പോ അത് ബയാൻ ചെയ്യാനാണ്. കസീരി അൽ കുഫരി. പിന്നെ ആ കസീരി എന്നതിലേക്ക് തന്നെ അത്തുഫ് ചെയ്തിട്ട് അൽ മുക്സിരി, അതിലേക്ക് തന്നെ അത്തുഫ് ചെയ്തിട്ട് അൽ മുജ്തരി, അവൻ ഭയങ്കര എന്തും ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്ന, സാഹസികത കാണിക്കുന്ന ആളാണ്. എന്തിനുമേൽ? അലൽ മഹാരിം വൽ മആസിം, അള്ളാഹ് ഹറാമാക്കിയ, അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തൊരു ധൈര്യമാണ് അവനും, എന്ത് വൃത്തികേടും. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ വേണമെങ്കിൽ അതിനെ കയറി ഇറക്കും. അല്ലെങ്കിൽ അതുപോലെ അള്ളാഹ് തൊടരുത് എന്ന് പറഞ്ഞാൽ തൊടും. എന്താ അങ്ങനെ ചെയ്താൽ എന്താ എന്ന് തോന്നും. മനസ്സിലായില്ലേ? അതാണല്ലോ പൊന്തിക്കാൻ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ എന്ത് എന്ന് തോന്നുന്ന ഈ സ്വഭാവമാണ് അൽ മുജ്തരി. അതിനൊരു പ്രത്യേക ധൈര്യം കാണിക്കും. അലൽ മഹാരിമി വൽ മആസിം, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അള്ളാഹ് കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ള, തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന് ഭയങ്കര സാഹസികമായ ധൈര്യം കാണിക്കും. ഇങ്ങനെയുള്ള ആളുകൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ആയത്ത് നോക്കി, വയുഖാലു, പറയപ്പെടും എന്ന് വെച്ചാൽ അള്ളാഹു പറയുന്ന കൽപ്പന അനുസരിച്ചിട്ട് വിളിയാളൻ വിളിച്ചു പറയും. ആരുടെ കാര്യത്തിലാണ് പറയുന്നത്? ലിമൻ ഇസ്തഹഖന്നാർ, നരകത്തിൽ കൊണ്ടുപോയി തള്ളാൻ തരപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ പറയപ്പെടും. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീസ് എന്ന് പറയും. അൽഖിയ എന്നുള്ള സ്വീഹത്തു തസ്നിയ അത് ഞാൻ വിശദീകരിച്ചു, അത് വിട്ടേക്കും. നിങ്ങൾ ഇട്ടോളൂ. എവിടെ? ജഹന്നമിൽ ഇട്ടോളൂ. ആരെ? കുല്ല കഫാരിൻ അനീദ്, കഫാറു അനീദുമായിട്ടുള്ള എല്ലാവരെയും. കഫാർ എന്ന് പറഞ്ഞാൽ കസീറുൽ കുഫർ, അനീദ് എന്ന് പറഞ്ഞാൽ കസീറുൽ കുഫരി വൽ ഇനാദി ലി ആയാത്തില്ല. ഇനാദ് കാണിക്കുന്നത് ഏതിനോടാണ്? ലി ആയാത്തില്ല. ആയാത്തുള്ള എന്ന് പറഞ്ഞാൽ ആയാത്തുള്ള കൗനിയ, ആയാത്തുള്ള മുനസ്സല, രണ്ടും അതിൽ ഒരേപോലെ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത അൽ മുക്സിരി മിനൽ മആസി, അവർ കണക്കിലധികം മാസിയത്ത് പെരുപ്പിക്കുന്നവരാണ്. അൽ മുജ്തരി അൽ മഹാരിമി വൽ മആസിം, അവർ ധൈര്യം കാണിക്കുന്നവരാണ് ചെയ്യാൻ. ഒരു ഇതുമില്ലാതെ, യാതൊരു സങ്കോചമില്ലാതെ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ, മആസിം, തെറ്റുകുറ്റങ്ങൾ, അത് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചു പോന്നിട്ടുള്ള ആളുകളെ നിങ്ങൾ നരകത്തിലിട്ടേക്കും എന്ന് പറയും. അപ്പൊ അതിന്റെ തഫ്സീർ വായിക്കാൻ നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടും വരേണ്ട കാര്യമല്ല. വാചകം കിട്ടുന്നില്ലെങ്കിൽ നോക്കിക്കോളി, പറഞ്ഞോളി. വയുഖാലു ലിമൻ ഇസ്തഹഖന്നാർ, അവിടെ ലാമ് ഫീ മൻ ഇസ്തഹഖന്നാർ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അവനോട് പറയുന്നല്ല, അവന്റെ കാര്യത്തിൽ പറയും.
അൽഖിയാ ഫി ജഹന്നം കുല്ല കഫാരിൻ അനീദ്. കഫാർ എന്ന് പറഞ്ഞാൽ കസീറുൽ കുഫർ, അനീദ് എന്ന് പറഞ്ഞാൽ കസീറുൽ ഇനാദ്. എന്തിനോടാണ് ഇനാദ്? ലി ആയാത്തില്ല. ആയാത്തുള്ള എന്ന് പറഞ്ഞാൽ ഷാമിലത്തുൻ ആയാത്തിഹിൽ കൗനിയ്യ വ ആയാത്തിഹിൽ മുനസ്സല, രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള ആളുടെ സ്വഭാവം അവൻ അൽ മുക്സിർ. എന്തിനാണ്? മാദാ യുക്സിർ? യുക്സിറു മിനൽ മആസി. അവന്റേത് എന്താണ്? വൽ മുജ്തരി, അസാമാന്യമായിട്ടുള്ള ധൈര്യം കാണിക്കും അവന്. എന്തിനു വേണ്ടിയിട്ട്? അലൽ മഹാരിമി വൽ മആസിം, അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഇസ്മുകൾ, കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവന് യാതൊരു മടിയില്ല. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി എറിഞ്ഞോളൂ എന്ന് പറയും. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. അത് കുറച്ചും കൂടി മുമ്പുള്ള ആയത്തിലെ അത് ശരിക്കും ഒരു കൽപ്പനയാണല്ലോ. മലക്കിനോടാണ്. ആ കരീൻ അൽ കരീൻ മിനൽ മലായിക, അവനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് തള്ളിക്കോളി. പിന്നെ വേറെ കുറെ വ്യാഖ്യാനങ്ങൾ അൽഖിനിയക്ക് വേറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, ഒക്കെ പറഞ്ഞാലും അത് ഒക്കാത്ത വ്യാഖ്യാനങ്ങളാണ്. ഒക്കുന്ന വ്യാഖ്യാനം ഇതില് ലുഗവികളായ സജ്ജാദിനെ പോലെ, ഫറായിനെ പോലെ, അബൂബൈദയെ പോലുള്ള ആളുകൾ പറഞ്ഞ ഏറ്റവും ശരിയായ ഒരു സംഗതി ഇതാണ്. മുബ്രഹിനെ കുറിച്ച് വല്ലാതെ ഒന്നും പറയാതെ പോവുക ചെയ്തത്. അതിന്റെ തെസ്നിയ സൂയിക എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ചർച്ചയാക്കിയില്ല. കാരണം ചർച്ചയാണെങ്കിൽ കുറച്ച് വിശദീകരിക്കണം. അതല്ലാതെ മറ്റൊരു രണ്ടാളാണ് അങ്ങനത്തെ ചർച്ചയിലേക്ക് പോയില്ല. കാരണം അതിനൊന്നും തെളിവില്ലാത്തതുകൊണ്ട്. പക്ഷെ നമ്മളെ കാര്യത്തോടെ വിശദീകരിച്ചു എന്ന് മാത്രം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.